പാലക്കാട് മലമ്പുഴ ഡാമിലെ സെക്യൂരിറ്റി ജീവനക്കാരെ മുൻകൂർ അറിയിപ്പ് നൽകാതെ പിരിച്ചുവിട്ടുവെന്ന് പരാതി. SC/ST വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 19 സെക്യൂരിറ്റി ജീവനക്കാരെയാണ് മുൻകൂർ അനുമതിയില്ലാതെ പിരിച്ചുവിട്ടത്. ജോലി നഷ്ടപ്പെട്ടതോടെ ജീവിതം പുലർത്താൻ എന്തു ചെയ്യണമെന്നറിയില്ല എന്ന് സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്നുണ്ട്. നടപടി പിൻവലിച്ചില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. എന്തായാലും തൊഴിലാളി സംഘടനകളുടെ ആ പ്രതികരണം കാണാം. ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾക്ക് ഓർഡർ കിട്ടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മലമ്പുഴയുടെ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അടയ്ക്കാൻ പോകണം. അതുകൊണ്ട് സെക്യൂരിറ്റിൻ്റെ ഇപ്പോൾ ആവശ്യമില്ല. അതുപോലെ തന്നെ വേറെ സെക്യൂരിറ്റിൻ്റെ വിങ്ങുണ്ട്, അവരെ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് ഞങ്ങളുടെ യൂണിയനുമായി ചോദ്യം ചെയ്ത് പറയുവാണ് MDC എന്ന, അതായത് മലമ്പുഴ സംരക്ഷിക്കാൻ ഡാം കമാൻഡോസ് എന്ന നിലവിൽ ഇവിടെ ആളിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെന്താ ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ മലമ്പുഴ ഡാമിന് മുകളിൽ സേഫ്റ്റിയാണ്. പക്ഷേ ആ ഡ്യൂട്ടി ചെയ്യുന്നത് വ്യക്തമായും സേവക് സെക്യൂരിറ്റിയാണ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളവിടെ വേണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് മലമ്പുഴ അടച്ചിരുന്നാലും പോയിന്റുകൾ കൊറോണ സമയത്തും അതുപോലെ തന്നെ നവീകരണവുമായി ബന്ധപ്പെട്ട ഗേറ്റുകൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ ഡ്യൂട്ടി അതൊന്നും ഉൾപ്പെടുത്താതെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമേ ഇവിടെ ഇല്ല എന്നാണ്. വിവരങ്ങളുമായി അരുൺ അലത്തൂരാണ് ചേരുന്നത്. അരുൺ, പാലക്കാട് മലമ്പുഴ ഡാമിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് യാതൊരു അറിയിപ്പും കൂടാതെ പിരിച്ചുവിടപ്പെട്ടു എന്ന പരാതിയുമായി രംഗത്ത് ഉള്ളത്. ഒരു പിരിച്ചുവിടൽ നടക്കുമ്പോൾ എന്തെങ്കിലും കാരണം പറയണമല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ അവർക്ക് ലഭിക്കുന്നുണ്ടോ? എന്താണ് ആ ജീവനക്കാർക്ക് പറയാനുള്ളത്? രാഖി, മലമ്പുഴ ഡാമിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച 70 കോടിയോളം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഈ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഈ സെക്യൂരിറ്റി ജീവനക്കാരെ ഒരു മുൻകൂറായിട്ട് അറിയിപ്പൊന്നും നൽകാതെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് അവർ പരാതിയായിട്ട് പറയുന്നത്. സേവക് സൊസൈറ്റി മുഖാന്തരം സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് പ്രവേശിച്ചിട്ടുള്ള 19ഓളം പേരെയാണ് ഒരു മുന്നറിയിപ്പും കൂടാതെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇവരാണെങ്കിൽ എല്ലാവരും SC/ST വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ്. 12,000 മുതൽ 18,000 രൂപ വരെ ശമ്പളം വാങ്ങുന്ന ആളുകളാണ്. കൊറോണ കാലത്ത് പോലും ഇവരെ പിരിച്ചുവിടുകയോ മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരറിയിപ്പുമില്ലാതെ ഇവരെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ജോലി നിരവധി ആളുകൾ ഒരുപാട് വർഷങ്ങളായിട്ട് ജോലി ചെയ്തു വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിരിച്ചുവിട്ടതോടുകൂടെ കുടുംബം എങ്ങനെ പുലർത്തുമെന്ന് അറിയാത്ത അവസ്ഥയിലേക്കാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അധികൃതർ നിലവിൽ എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥർ അടങ്ങുന്ന MDC വിഭാഗത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളതും പരാതിയായിട്ട് ഇവർ പറയുന്നു. തങ്ങളെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങനെ പിരിച്ചുവിടുമ്പോൾ ഇനി തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത സ്ഥിതിയിലാണ്. ഇത് ഇങ്ങനെ ഒരു നടപടി ഇത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും സെക്യൂരിറ്റികൾ പറയുന്നത്. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്നുണ്ട്.